വിഴിഞ്ഞം പദ്ധതിയിൽ പഴിചാരലുകളും കുറ്റപ്പെടുത്തലുകളും തുടരുകയാണ്. വിഴിഞ്ഞം തുറമുഖ വിരുദ്ധ സമരത്തിന് പിന്നിൽ പ്രതിപക്ഷമായിരുന്നെന്ന് മുൻ തുറമുഖ വകുപ്പ് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ കുറ്റപ്പെടുത്തി. സ്ഥലം എം എൽ എ എം വിൻസെന്റ് പദ്ധതിക്കെതിരായ നീക്കത്തിന് ചുക്കാൻ പിടിച്ചെന്നും അദ്ദേഹത്തിന്റെ ആരോപണം. ഉമ്മൻചാണ്ടി സർക്കാർ പദ്ധതിക്കായി ഫണ്ട് നീക്കിവെച്ചില്ലെന്നും എന്നാൽ അതിൽ ഉടമ്പടിയിൽ ഒപ്പിടുക മാത്രമേ ചെയ്തുള്ളൂവെന്നും അഹമ്മദ് ദേവർകോവിലിന്റെ കണ്ടെത്തൽ. ഒരു കാരണവശാലും ഈ പ്രൊജക്റ്റിനെ മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല എന്ന രീതിയിലായിരുന്നു ആ പക്ഷപാതവും അരങ്ങേറിയത്. അതിന് പിന്നിൽ കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെ കരങ്ങളുണ്ടായിരുന്നു എന്നത് ഒരു യാഥാർത്ഥ്യം കൂടിയാണ്. സ്ഥലം എം എൽ എ ആയിരുന്ന വിൻസെൻ്റ് പോലും സമരക്കാരോടൊപ്പം ചേർന്ന് ഈ പദ്ധതിക്കെതിരായ ചില നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നതായി ആ ഘട്ടത്തിൽ നമുക്ക് ബോധ്യപ്പെട്ടു. എങ്കിലും ഈ പ്രൊജക്റ്റ് യാഥാർത്ഥ്യമാക്കുക എന്ന ലക്ഷ്യത്തിൽ നിന്ന് നമുക്ക് പുറകോട്ട് പോകാൻ സാധ്യമല്ലാത്തത് കൊണ്ട് സമരക്കാരെ തന്ത്രപരമായി നേരിടാനുള്ള ഒരു സമീപനമാണ് സഖാവ് പിണറായി സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. സ്വാഭാവികമായും ഉമ്മൻചാണ്ടിയുടെ സർക്കാർ ഈ അഗ്രിമെൻറ്റിൽ ഒപ്പുവെച്ചു എന്നത് ശരിയാണ്. പക്ഷേ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. കാരണം മുന്നോട്ട് പോകാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ആ സർക്കാർ ഫണ്ട് നീക്കി വെക്കുമായിരുന്നു. അങ്ങനെ ഒരു ഫണ്ട് പോലും അന്ന് നീക്കി വെച്ചിട്ടില്ല. പ്രൊജക്റ്റിൽ ഒപ്പുവെക്കുക മാത്രമാണ് ചെയ്തത്. വിഴിഞ്ഞം ട്രയൽ റൺ ഉദ്ഘാടന ചടങ്ങിലേക്ക് തനിക്ക് ക്ഷണക്കത്ത് കിട്ടിയിരുന്നു എന്നാണ് അഹമ്മദ് ദേവർകോവിൽ പറയുന്നത്. പ്രോഗ്രാമിൽ ഉൾപ്പെടുത്താത്ത കൊണ്ടാണ് അതിൽ പങ്കെടുക്കാതിരുന്നത്. തുറമുഖത്തിനു വേണ്ടി താൻ നടത്തിയ പ്രവർത്തനങ്ങളെ ജനം വിലയിരുത്തിക്കൊള്ളും എന്നും അഹമ്മദ് ദേവർകോവിൽ. ക്ഷണക്കത്ത് എനിക്ക് കിട്ടിയിരുന്നു. ക്ഷണക്കത്ത് കിട്ടിയപ്പോൾ സ്വാഭാവികമായും ആ പ്രോഗ്രാമിൽ ഞാനില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ മറ്റുള്ള പരിപാടികൾ ഉപേക്ഷിച്ച് അതിന് ഞാൻ പോകേണ്ടതില്ല എന്ന് തോന്നിയതുകൊണ്ട് തന്നെയാണ് നേരത്തെ ഏറ്റ പരിപാടികളുള്ളത് കൊണ്ട് കോഴിക്കോട്ടേക്ക് വന്നത്. സാധാരണഗതിയിൽ ഒരു മന്ത്രി എന്ന നിലയ്ക്ക് എനിക്ക് അനുവദിക്കപ്പെട്ട സമയം 2.5 വർഷ കാലാവധിയായിരുന്നു. അതിൽ കൂടുതൽ സമയം എനിക്ക് മന്ത്രിയായിരിക്കാനും ഈ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട വർക്കുകൾ നീക്കാനും സാധിച്ചു എന്നത് ഏറെ ചാരിതാർത്ഥ്യകരമാണ്. എൻ്റെ പ്രവർത്തനത്തെ വിലയിരുത്തേണ്ടത് വിഴിഞ്ഞത്തെയും കേരളത്തിലെയും ജനങ്ങളാണ്. ബഹുമാന്യനായ മുഖ്യമന്ത്രി എല്ലാ ഘട്ടങ്ങളിലും ശക്തമായ പിന്തുണ എനിക്ക് നൽകിയിരുന്നു. ഇന്ന് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പോലും അത് അദ്ദേഹം സൂചിപ്പിച്ചത് വളരെ നന്ദിയോടുകൂടി ഞാൻ ഓർക്കുകയാണ്. തീർച്ചയായിട്ടും മുൻ മന്ത്രി അഹമ്മദ് ദേവർകോവിൽ ഈ പ്രോജക്റ്റ് യാഥാർത്ഥ്യമാകാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന കാര്യം ഇവിടുത്തെ മാധ്യമപ്രവർത്തകർക്കും ജനങ്ങൾക്കും ഒക്കെ അറിയാം. പിണറായി വിജയനും ഈ പ്രോജക്റ്റ് സമയബന്ധിതമായി തീർക്കണമെന്ന കാര്യത്തിൽ വളരെ നിർബന്ധ ബുദ്ധിയോടെ നിശ്ചിതമായി തന്നെ പ്രവർത്തിച്ചു എന്ന കാര്യവും നമ്മൾ ഓർമ്മിക്കുന്നു. മിഥില ബാലൻ കോഴിക്കോട് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നു. മിഥില ബാലൻ, അദ്ദേഹത്തിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ അനുസ്മരിച്ചുവെങ്കിൽ പോലും മുൻമന്ത്രി അഹമ്മദ് ദേവർകോവിലിന് ഒരു ചെറിയ പരിഭവമുണ്ട്. അദ്ദേഹത്തിന് കുറച്ചുകൂടി പ്രാധാന്യം ഈ വേദിയിൽ കൊടുക്കാമായിരുന്നു എന്ന് എനിക്കും തോന്നുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? തീർച്ചയായും എസ്കൻ, അതുതന്നെയാണ്. ആ ഒരു പരിഭവം അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നമുക്ക് പ്രകടമാണ്. ഈ ഒരു വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് ഏറ്റവും നല്ല പ്രവർത്തനം കാഴ്ചവെച്ച ഒരു മന്ത്രിയായിരുന്നു അഹമ്മദ് ദേവർകോവിൽ. തനിക്ക് ഈ പരിപാടിയിലേക്ക് ക്ഷണം ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പ്രോഗ്രാം ചാർട്ടിൽ തന്റെ പേരുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് താൻ പോകാതിരുന്നത്. നേരത്തെ കോഴിക്കോട്ട് ചില പരിപാടികൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ആ പരിപാടികളിൽ പങ്കെടുക്കുകയാണ് ഉണ്ടായത്. താൻ മന്ത്രിയായിരുന്ന സമയത്ത് തനിക്ക് ചെയ്യാൻ കഴിയുന്നതെല്ലാം താൻ ചെയ്തിട്ടുണ്ട്. വിഴിഞ്ഞത്തെ ജനങ്ങളും കേരളത്തിലെ ജനങ്ങളും തന്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തും എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. മറ്റൊരു കാര്യം, നമുക്കറിയാം ഈ അടുത്തിടെ വിവാദങ്ങളെല്ലാം ഉയരുന്നുണ്ട്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ പങ്ക് അവിടെ തന്നെ നിൽക്കാം. ഇതില എനിക്ക് എം വിൻസെൻ്റ് എം എൽ എ ഇപ്പോൾ നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ശരിയാണ്. മിഥിലെ ഒരു കാര്യം അദ്ദേഹത്തോട് ചോദിക്കേണ്ടി വരും. ഗുഡ് മോർണിംഗ് എം എൽ എ. ഇന്ന് മുൻമന്ത്രി അഹമ്മദ് ദേവർകോവിലിൻ്റെ ഒരു ചെറിയ അഭിമുഖം നമ്മുടെ കോഴിക്കോട് പ്രതിനിധി മിഥില ബാലൻ എടുത്തിരുന്നു. അതിൽ യഥാർത്ഥത്തിൽ താങ്കൾ ഈ പോർട്ട് വരാതിരിക്കാൻ, വിഴിഞ്ഞം പോർട്ട് യാഥാർത്ഥ്യമാകാതിരിക്കാൻ വേണ്ടി പ്രതിഷേധക്കാർക്കൊപ്പം താങ്കളും ചേർന്നു എന്നുള്ള ഒരു വലിയ ആരോപണം അദ്ദേഹം ഉന്നയിച്ചിരിക്കുകയാണ്. താങ്കൾക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ള ഒരു അഭിപ്രായം കൂടി, ഇത് സംപ്രേഷണം ചെയ്തില്ലെങ്കിൽ ഇത് പൂർത്തിയാകില്ല എന്നതുകൊണ്ടാണ് താങ്കളെ ഞാൻ ടെലിഫോണിൽ വിളിക്കുന്നത്. എന്താണ് താങ്കൾക്ക് ഈ കാര്യത്തിൽ പറയാനുള്ള മിസ്റ്റർ വിൻസെന്റ്? അടിസ്ഥാനരഹിതമായിട്ടുള്ള ഒരു ആരോപണം എന്ന് മാത്രമല്ല, ഈ സമരത്തെ തുറമുഖത്തേക്ക് എത്തിച്ചത് അഹമ്മദ് ദേവർകോവിൽ ഉൾപ്പെടെയുള്ള മന്ത്രിമാരാണ്. കാരണം അവര് 7 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അവർ സമരം നടത്തിയത്. അതിൽ 4ാമത്തെ ഒരു ആവശ്യമായിട്ടാണ് അവര് തുറമുഖം നിർത്തിവെച്ച് പഠനം നടത്തണമെന്ന് പറഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കറിയാം, വലിയ തുറയിലെ ഗോഡൌണിൽ അവരുടെ താമസം, തീരശോഷണം, ഇങ്ങനെയുള്ള നിരവധി മുതലപ്പൊഴി വിഷയം, ഇതെല്ലാം ഉൾപ്പെടെ 7 വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് 1.5 മാസം അവർ സെക്രട്ടേറിയറ്റ് മുന്നിൽ സമരം നടത്തി. തിരിഞ്ഞു നോക്കിയിട്ടില്ല ഒരു മന്ത്രിമാർ. അവര് നേരെ എന്നിട്ട് ചെയ്തതെന്താ, 1.5 മാസം ആയപ്പോ ഈ സമരത്തിൽ പങ്കെടുക്കുന്ന ആളുകളെ എവിടുന്നാണോ വരുന്നത് അവിടെ വെച്ച് തടയുകയും അറസ്റ്റ് ചെയ്യുകയും അവർ വരുന്ന വാഹനങ്ങൾ പിടിച്ചെടുക്കുകയും എല്ലാം ചെയ്ത് അവരെ പ്രകോപിപ്പിച്ചു. ഇതെല്ലാം സെക്രട്ടറിയുടെ സമരം അവസാനിപ്പിച്ചിട്ട് അവർ ഒരു ഡേറ്റ് പ്രഖ്യാപിച്ചു. ഞങ്ങൾ ഇത്രാം തീയതി മുതൽ
ഞങ്ങൾ അവിടെ സമരത്തിന് പോകുന്നു എന്ന് പറഞ്ഞു. എന്നിട്ടും ഒരു ചർച്ച നടത്താൻ ഈ തുറമുഖം ഒരു ദിവസം പണി നിർത്തിവെച്ചാൽ അതിന്റെ വലിയ നഷ്ടമുണ്ടാകും. ഇതെല്ലാം അറിയാമായിരുന്ന ഒരു ഗവൺമെന്റ് സമരങ്ങൾ പ്രഖ്യാപിക്കുന്നത് കേരളത്തിൽ ആദ്യമായിട്ടല്ലോ. ആ സമരങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ അതിന്റെ ഗൗരവം കണക്കിലെടുത്തുകൊണ്ട് അത് സെറ്റിൽ ചെയ്യുന്നതിന് വേണ്ടി, അത് പരിഹരിക്കുന്നതിനുള്ള ഒരു ചെറു വിരൽ പോലും അനക്കാത്ത ഒരു മനുഷ്യരാണ് ഇവിടെ നിന്ന് എനിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നത്. എത്ര ലാഘവത്തോടാണ്, എന്ത് ഉത്തരവാദിത്തമാണ് ഇയാൾക്ക് ഉള്ളത്? ശ്രീ വിൻസെന്റ്, അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതായത് ഈ വിഴിഞ്ഞം ഇന്റർനാഷണൽ പോർട്ട് യാഥാർത്ഥ്യമാകുമ്പോൾ തന്റെ കോൺട്രിബ്യൂഷൻ ജനങ്ങൾ തിരിച്ചറിയുമെന്ന് അദ്ദേഹം പറയുന്നു. താങ്കൾക്ക് അദ്ദേഹത്തിന്റെ സംഭാവന ഈ പ്രോജക്ട് യാഥാർത്ഥ്യമാകാൻ കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ ഇതിന് പറയട്ടെ. എന്നിട്ട് നിങ്ങൾ സമൂഹ മാധ്യമങ്ങളുടെ സമയമാണ്, ഈ ഇലക്ട്രോണിക് മാധ്യമങ്ങളുടെ കാലമാണ്. എവിടെയെങ്കിലും ഞാനോ UDFന്റെ ഏതെങ്കിലും ഒരു നേതാവോ ഈ തുറമുഖത്തിനെതിരായി ഒരു വാക്ക് പറഞ്ഞിട്ടുള്ളതായിട്ട് കാണിച്ചു തരാമോ? യഥാർത്ഥത്തിൽ അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിക്കുന്ന അദ്ദേഹം ഞങ്ങൾ എന്തെങ്കിലും തരത്തിൽ ഈ സമരത്തിന് നമ്മൾ UDF നേതാക്കന്മാർ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. എന്താണ് കാര്യം? അവരുടെ മറ്റു വിഷയങ്ങൾ പരിഹരിക്കണം എന്നുള്ളത് കൊണ്ടാണ്. ആ വിഷയം ഞങ്ങൾ അവരോട്, സമരക്കാരോടും പറഞ്ഞിട്ടുണ്ട്. നിയമസഭയിൽ ഞാനും വ്യക്തമാക്കിയിട്ടുണ്ട്. തുറമുഖം നിർത്തിവെക്കണം എന്നുള്ള ആവശ്യത്തോട് ഞങ്ങൾക്ക് യോജിപ്പില്ല എന്ന് സമരക്കാരോടും പറഞ്ഞു, ഇവരോടും പറഞ്ഞു. മറ്റാവശ്യങ്ങളെ കുറിച്ചുള്ളതാണ്. അത് നിയമസഭയിലെ റെക്കോർഡല്ലേ? ഇങ്ങനെയെല്ലാം തെളിവുകൾ ഉണ്ടായിരിക്കെ ഇദ്ദേഹം ഈ രീതിയിൽ ഇതിനെക്കുറിച്ച് പറയുന്നത് വളരെ മോശമായി പോയി. ഒരിക്കലും ഒരു രാഷ്ട്രീയ നേതാവ് ഒരിക്കലും പറയാൻ പാടില്ല. ശ്രീ വിൻസെന്റ്, ഒരു നിമിഷം. ഈ ശ്രീ മുൻ മന്ത്രി അഹമ്മദ് ദേവർകോവിലുമായി സംസാരിച്ചത് കോഴിക്കോട്ടെ, ഒരു സെക്കൻഡ് ഞാൻ താങ്കളിലേക്ക് വരാം. ഒറ്റ സെക്കൻഡ്. കോഴിക്കോട് നിന്ന് മിഥില ബാലനാണ്. മിഥില ബാലൻ, യഥാർത്ഥത്തിൽ ഈ അഹമ്മദ് ദേവർകോവിൽ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് പൂർണ്ണമായിട്ട് എനിക്കറിയില്ല. താങ്കൾക്ക് ശ്രീ വിൻസെന്റിനോടൊരു ചോദ്യം ചോദിക്കാമോ ഇതുമായി ബന്ധപ്പെട്ട്? തീർച്ചയായും SKN, ശ്രീ MLA അദ്ദേഹം പറഞ്ഞത് ഈ പദ്ധതിക്കെതിരായ നീക്കത്തിന് ചുക്കാൻ പിടിച്ചത് സ്ഥലം MLA കൂടിയായ വിൻസെന്റ് എന്നാണ്. അതിലെന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഇദ്ദേഹത്തിന് ഒരു അടിസ്ഥാനരഹിതമായ ഒരു ആരോപണമാണ്. ഇതിന് ചുക്കാൻ പിടിച്ചത് യഥാർത്ഥത്തിൽ മന്ത്രി തന്നെയാണ്. അന്ന് മന്ത്രിയായിരുന്ന അഹമ്മദ് ദേവർകോവിലും സംസ്ഥാനത്തെ മന്ത്രിമാരുമാണ്. ഇതൊരിക്കലും ഈ സമരം തുറമുഖത്ത് നടത്താൻ ഉദ്ദേശിച്ച് നടത്തിയതല്ല. നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ 1.5 മാസക്കാലം സെക്രട്ടേറിയറ്റിന് മുന്നിൽ അവർ ഈ സമരം നടന്നു. അവസാനം സമരക്കാരെ പ്രകോപിപ്പിക്കുന്നതിന് വേണ്ടി സമരത്തിൽ പങ്കെടുക്കുന്ന ആളുകളെ അറസ്റ്റ് ചെയ്യുകയും അവരുടെ വാഹനങ്ങൾ പിടിച്ചെടുക്കുകയും എല്ലാം ചെയ്തപ്പോൾ അവർ ഡിക്ലെയർ ചെയ്തു, ഞങ്ങൾ ഇവിടുത്തെ സമരം അവസാനിപ്പിച്ച് ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. അതിന് ഒരു മാസത്തെ സമയം കൊടുത്തിട്ടാണ് അവർ ഇങ്ങോട്ട് പോകുന്നത്. ഈ സമയത്തൊന്നും ഇതൊരു പരിഹരിക്കാൻ വേണ്ടി ഒരു നടപടിയും, സർക്കാരല്ല ഇത് പരിഹരിക്കേണ്ടത്, ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, ഞങ്ങൾ ചെയ്തിട്ടുള്ളത്, സമരക്കാരോടും പറഞ്ഞു, നിയമസഭയിൽ ഞങ്ങൾ പറഞ്ഞു തുറമുഖം നിർത്തിവെക്കണം എന്ന് ഞങ്ങൾ ഒരിക്കലും ആവശ്യപ്പെട്ടില്ല. കാരണം ഇത് ഉമ്മൻചാണ്ടി സാർ കൊണ്ടുവന്നൊരു പദ്ധതിയാണ്. ഇത് UDFന്റെ ഒരു കുഞ്ഞാണ്. അപ്പൊ ആ പദ്ധതിക്കെതിരായി ഇപ്പൊ സമൂഹ മാധ്യമത്തിന്റെ കാലമല്ലേ, ഇലക്ട്രോണിക് മാധ്യമങ്ങളുടെ കാലമല്ലേ? ഈ തുറമുഖത്തിനെതിരായി അത് നിർത്തിവെക്കണമെന്ന് ഒരു വാക്കെങ്കിലും എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ബഹുമാനപ്പെട്ട മുൻ മന്ത്രി ചൂണ്ടിക്കാണിക്കട്ടെ. ശ്രീ MLA, ഒറ്റ ചോദ്യം. അല്ല, ഞാൻ ചോദിക്കുന്നത് ഈ നിലയിൽ അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിക്കാൻ ഇദ്ദേഹത്തിന് എങ്ങനെ കഴിയുന്നു എന്നുള്ളതാണ് ഞാൻ. ഇനിയാണ് എന്റെ ഒറ്റ ചോദ്യം വരുന്നത്. അതായത് താങ്കൾ ഇത് ഒരു വെല്ലുവിളി പോലെ സ്വീകരിക്കുകയാണോ എന്ന് വെച്ചാൽ താങ്കളോ താങ്കളുടെ പാർട്ടി നേതാക്കന്മാരോ ഈ പ്രോജക്റ്റ് മുടക്കി കിട്ടാൻ വേണ്ടി ഒരു പ്രവർത്തനവും നടത്തിയിട്ടില്ല, ഒരു മാധ്യമത്തിൽ വന്നിട്ടുമില്ല. അത് തിരിച്ചുണ്ടെങ്കിൽ തെളിയിക്കണം. ആ വെല്ലുവിളി താങ്കൾ ഏറ്റെടുക്കുന്നു? തീർച്ചയായും ഏത് നിലയിലും അത് തെളിയിക്കാൻ അദ്ദേഹത്തിന് ബാധ്യതയുണ്ട്. ഞാന് ആലോചിച്ചിട്ട് ഇദ്ദേഹത്തെ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയതില് നിയമപരമായ നടപടി സ്വീകരിക്കാൻ കഴിയുമോ എന്ന് ഞാൻ ആലോചിക്കും. ഓക്കെ, താങ്ക് യു ശ്രീ വിൻസെന്റ് MLA. എന്തായാലും മുൻ മന്ത്രി അഹമ്മദ് ദേവർകോവിൽ നടത്തിയ പ്രസ്താവനയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ കഴിയുമെന്ന കാര്യമാണ് ഇപ്പോൾ കോവളം MLA വിൻസെന്റ് ആലോചിക്കുന്നത്. മിഥില, താങ്കൾക്ക് തുടരാം. SKN, തീർച്ചയായും ഈ ഒരു വിഷയത്തിൽ മറ്റൊന്ന് നമ്മൾ ചോദിച്ചത് ഉമ്മൻചാണ്ടിയുടെ പങ്ക്, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ചും നിലവിൽ വരുന്ന വിവാദങ്ങളെക്കുറിച്ചുമായിരുന്നു. അതിന് മുൻ മന്ത്രിയായ അഹമ്മദ് ദേവർകോവിൽ പറഞ്ഞത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഈ കരാറിൽ ഒപ്പുവെക്കുക മാത്രമാണ് ചെയ്തത്, പക്ഷേ ഫണ്ട് നീക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ഈ പദ്ധതിയുമായി അവർക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. തുടർഭരണം കിട്ടിയ LDF സർക്കാർ ചില അപാകതകൾ, അതായത് അദാനിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുന്ന ഒരു കരാറിലാണ് ഉമ്മൻചാണ്ടി സർക്കാർ ഒപ്പുവെച്ചത്. വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ഈ ഒരു പദ്ധതിയിൽ നടന്നിട്ടുണ്ട്. ഭരണ തുടർച്ച എന്നോണം ഈ ഒരു പദ്ധതി സർക്കാർ ഏറ്റെടുക്കുകയായിരുന്നു. ഈ കരാറിലുള്ള ഈ ഒരു അപാകത കൂടി ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് സർക്കാർ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോയത്. തന്റെ പ്രവർത്തനങ്ങൾ, താൻ ഈ മന്ത്രിസ്ഥാനം ഒഴിയുന്ന സമയത്ത് ഇതുവരെ നടത്തിയ തന്റെ പ്രവർത്തനങ്ങളെ ജനവും
ഒപ്പം തന്നെ വിഴിഞ്ഞത്തെ ജനങ്ങളും വിലയിരുത്തും എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുകയുണ്ടായി. എസ്കാൻ. താങ്ക് യു മിഥില ബാലൻ. PV രവികുമാർ ചോദിക്കെ വിഴിഞ്ഞം 10 യഥാർത്ഥത്തിൽ ആരാ കൊണ്ടുവന്നത്? അങ്ങനെ ഒരാൾക്ക് മാത്രമായിട്ട് ഇതിൻ്റെ ക്രെഡിറ്റ് പോകില്ല. രവികുമാർ ഒരുപാട് ആളുകൾ, EK നായനാർ, MV രാഘവൻ, VS അച്യുതാനന്ദൻ, അതുപോലെ പിണറായി വിജയൻ, നമ്മുടെ മുൻ മന്ത്രി അഹമ്മദ് ദേവർകോവിൽ, ഉമ്മൻചാണ്ടി, അങ്ങനെ ഒരുപാട് മന്ത്രിമാരുടെയും മുഖ്യമന്ത്രിമാരുടെയും ഒക്കെ റോൾ ഇതിലുണ്ട്. എല്ലാവരും കൂടി പ്രയത്നിച്ചത് കേരളത്തിൻ്റെ പ്രോജക്റ്റാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഈ യഥാർത്ഥത്തിൽ ഈ പ്രതിപക്ഷ നേതാവിനെ ഈ ഉദ്ഘാടനത്തിലേക്ക് വിളിച്ചില്ല എന്ന് കരുതി ഞാൻ വിചാരിച്ചു അവരിനി പദ്ധതി ബഹിഷ്കരിക്കുന്ന രീതിയിൽ, യോഗം ബഹിഷ്കരിക്കുന്ന രീതിയിൽ നിലപാടെടുക്കുമെന്ന്. എന്നാൽ അവർ വളരെ ബുദ്ധിപൂർവ്വം തീരുമാനം, അവർ ആഹ്ലാദ ദിനം ആഘോഷിച്ചു. പദ്ധതി ബഹിഷ്കരിക്കുന്നതായിട്ട് അവർ ഒരു സ്ഥലത്തും പറയുന്നില്ല. അവരിത് അഭിമാനത്തോടെ കൊണ്ടാടുകയാണ് ചെയ്തത്. അത് നല്ലൊരു പോസിറ്റീവ് മൂവായിട്ട് എനിക്ക് തോന്നുന്നു.